വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സ്. ഇന്ന് 4th മാർച്ച് ഓൾമോസ്റ്റ് ഒരു 12 മണിയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിഫ്റ്റി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 24,365 500 പോയിന്റ്സോളം താഴ്ന്നതാണ്. ഓൾമോസ്റ്റ് 2% തന്നെ ഇന്ന് ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മൺഡേ, ഇന്നലെ ഹോളിഡേ ആയിരുന്നു. മൺഡേ 362 പോയിന്റ്സോളം സെൽ ഓഫ് താഴ്ന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഈ പുതിയതായിട്ടുള്ള ഇസ്രായേലും ഇറാനുമായിട്ടുള്ള ഈ പുതിയൊരു വാർ ലൈക്ക് സിറ്റുവേഷൻ വന്നതിന് ശേഷം ഗ്ലോബലി എല്ലാ മാർക്കറ്റ്സും എല്ലാം മൈനസ് ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാങ്സെങ്ങും നിക്കയും എല്ലാം കുറേയധികം ഡൗൺ ആയിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ക്രൂഡ് ഓയിലിന്റെ വില ഇപ്പോൾ ഇന്ന് തന്നെ $85 വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രന്റ് ക്രൂഡ് $85 വരുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഇക്കണോമിയിൽ അത് കുറേയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഒരു വാർ ലൈക്ക് സിറ്റുവേഷനിൽ നിന്നും ഇന്ത്യക്ക് വരുന്ന ഇമ്പാക്ട് പ്രധാനമായിട്ടും ഈ ക്രൂഡ് ഓയിലിൽ നിന്ന് വരുന്ന ഒരു ഇമ്പാക്ട് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ എസ്പെഷ്യലി ഇന്ത്യൻസ് കുറേയധികം ഉള്ള ഏരിയ ആണ് ഗൾഫ് കൺട്രീസ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന കുറച്ച് ലോങ് ടൈമിലേക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളും നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു വാർലൈക്ക് സിറ്റുവേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 2 വീക്സിനുള്ളിലെല്ലാം ഒരു സാധാരണ നിലയിലേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ നിഫ്റ്റിയുടെ ഈ ഒരു സെൽ ഓഫ് ഈ ആഴ്ച കൂടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട് ലെവൽ എവിടെയാണെന്നുള്ളത് കുറേയധികം പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ വീഡിയോയിൽ നിഫ്റ്റിയുടെ ലെവൽസ് പറയുന്നത് പലപ്പോഴും കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് ആയിട്ട് എല്ലാവർക്കും നിൽക്കുന്നതുകൊണ്ടും, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഈ കഴിഞ്ഞ വീക്കിലി വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബോംബിങ്ങിന്റെ ന്യൂസ് എല്ലാം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഈ ഒരു നിഫ്റ്റിയുടെ ലെവലുണ്ടല്ലോ, അപ്പോൾ ഈ 24,365 എന്നുള്ള ലെവലിൽ നിന്നും അടുത്ത ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സപ്പോർട്ട് ലെവല് 23,511 എന്നുള്ള ആ ഒരു ലെവല് അതായിരിക്കും ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ. ഇപ്പോൾ അതിൽ ആക്ച്വലി നിഫ്റ്റി നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ 26,373 എന്നുള്ളൊരു ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തിരുന്നു. ആ ലെവലിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലോ ആണ് 21,743 എന്നുള്ളത്. ആ ഒരു ലോങ് ഹൈന്റെയും ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് എടുക്കുകയാണെങ്കിൽ 61.8% വരുന്നതാണ് ഈ 23,511 എന്നുള്ള ആ ഒരു ലെവൽ. അപ്പൊ ആ ഒരു ലെവല് വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു സപ്പോർട്ട് ലെവലായിരിക്കും. അവിടെ നിന്നായിരിക്കും നിഫ്റ്റി റീബൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 25,311 എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എൻട്രി ഒന്നും ലഭിക്കണമെന്നില്ല. അപ്പോൾ അതിനു മുമ്പ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവിടെ നിന്ന് റീബൗണ്ട് ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ മാർക്കറ്റ് സെൽ ഓഫ് ഇനി ഇപ്പോൾ നമുക്കറിയാം, വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഒക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 23% അധികം ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർലൈക്ക് സിറ്റുവേഷൻ കുറച്ച് ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നമ്മുടെ മാർക്കറ്റിന് നിഫ്റ്റിയുടെ ഒരു ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ടായിരിക്കും 25,511 എന്നുള്ള ഒരു ലെവലായിരിക്കും. അവിടെ നിന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ കഴിഞ്ഞൊരു മാർക്കറ്റിന്റെ ഒരു ക്രാഷില് ഹിൻഡൻബർഗിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മൾ അദാനി പോർട്സ് എന്നുള്ള സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്ന കുറെ പേർക്ക് പ്രോഫിറ്റ് ഒക്കെ ലഭിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതുപോലുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഈ വീഡിയോയിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ എന്നുള്ളൊരു പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്കാണ് ലാർസർ ആൻഡ് ടൂബ്രോ എന്നുള്ള LNT എന്നുള്ള സ്റ്റോക്ക്. അവർക്ക് പക്ഷെ കുറേയധികം ഓർഡേഴ്സ് പ്രൊജക്ട്സ് GCC കൺട്രീസിൽ ഉള്ളത് കൊണ്ട് തന്നെ LNT കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ സെൽ ഓഫ് ഓൾമോസ്റ്റ് ഒരു 18% സെൽ ഓഫ് വന്നിട്ടുണ്ട്. LNTയുടെ കഴിഞ്ഞ ദിവസത്തിലെ ഹൈ എന്ന് പറഞ്ഞാൽ 4,440 ലെവലിൽ നിന്നാണ് സെൽ ഓഫിന് ശേഷം ഇപ്പോൾ ഒരു 3,800 ലെവലിലേക്ക് ഒരു സെൽ ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ LNT നമുക്ക് ഒരു താഴെ ലെവലിൽ ആഡ് ചെയ്യുകയാണെങ്കിലും LNT നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ GCC കൺട്രീസിൽ നിന്നുള്ള ഓർഡേഴ്സ് ഒന്നും
വലിയ പ്രശ്നമില്ലാതെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ LNTക്ക് സാധിക്കും എന്നുള്ള ഒരു കാര്യം, ഇപ്പോഴത്തെ വാർലൈക്ക് സിറ്റുവേഷനും അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വരും ദിവസങ്ങളിൽ തീരുമെന്നുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾക്ക് LNT എന്നുള്ള സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോസ് അതിലുള്ള സ്റ്റോക്കുകൾ താഴെ ലെവലിലേക്കൊക്കെ ലഭിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് 23,511 എന്നുള്ള ആ ലെവലിലേക്ക് നിഫ്റ്റി താഴുന്ന ആ ഒരു സമയത്തൊക്കെ പല സ്റ്റോക്കുകളും കുറെ കൂടി താഴെയൊക്കെ ലഭിക്കുകയാണെങ്കിൽ കുറച്ച് കൂടെ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുക. അതായത് കുറച്ചും കൂടെ സ്റ്റോക്കുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് ഈ ഒരു വാർലൈക്ക് സിറ്റുവേഷൻ അധികം എക്സ്റ്റെൻഡ് ചെയ്ത് പോകില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ നിഫ്റ്റി എസ്പെഷ്യലി നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു 200 EMA വരുന്നത് ഒരു 25,344 ലെവലിലാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്കുള്ള ഒരു റീബൗണ്ടും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും മാർക്കറ്റിൽ അധികം കാര്യമായിട്ടുള്ള ഒരു കറക്ഷൻ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ 23,500 ലെവൽ എന്നുള്ള ആ ലെവലിലേക്കുള്ള ഒരു മൂവ്മെന്റ് ഒരു പക്ഷേ 1-2 ദിവസം കൊണ്ട് തന്നെ പ്രതീക്ഷിക്കാം. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് റീബൗണ്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു.